ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് മീ CMA ലുക്മാൻ ഹക്കീം, നിങ്ങളുടെ കോസ്റ്റിംഗ് ആൻഡ് FM ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ജൂൺ 2025 എക്സാം പാറ്റേണും സ്ട്രാറ്റജിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FM-ൻ്റെ എക്സാം പാറ്റേണും സ്ട്രാറ്റജിയാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു മിനിമം സ്കോർ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുക, ഏതൊക്കെ രീതിയിലായിരിക്കും എക്സാം അവർ പാറ്റേൺ സെറ്റ് ചെയ്യുന്നുണ്ടാവുക, ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്കൊരു 75+ മാർക്ക് FM-ൽ എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. FM ആൻഡ് BDA ടോട്ടൽ 100%-ൽ ഈ പറയുന്ന 75+ മാർക്ക് നമ്മൾക്ക് എങ്ങനെയാണ് അഷ്യൂർ ചെയ്യാൻ പറ്റുക, അതിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ബേസിക്കലി പഠിക്കേണ്ടത്. ഓക്കെ, ആ സ്റ്റഡി സർക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. FM ആൻഡ് BDA എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ BDA എന്ന് പറയുന്ന തിയറി പോർഷനാണ്. BDA 100% തിയറിയാണ്, പ്രോബ്ലംസ് ഒന്നുമില്ല, അങ്ങനെ കേസ് ലോസും കാര്യങ്ങളൊന്നുമില്ല, പക്ക ഡയറക്റ്റ് തിയറിയാണ്. 20 മുതൽ 27 മാർക്കിന് വരെ BDA എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൺഫേമാണ്, അത്രയും മാർക്കിന് എന്തായാലും BDA എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഈ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും BDA എന്ന് പറയുന്ന ലിമിറ്റഡ് പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരിക, ഒരു ബുദ്ധിമുട്ടുമില്ല, അത് നിങ്ങൾ സ്കോർ ചെയ്യൽ നിർബന്ധമാണ്. BDA എന്തായാലും പഠിച്ചിരിക്കണം. രണ്ടാമത് നമ്മൾ FM-ലേക്ക് വരുന്ന സമയത്ത്, FM-ൻ്റെ പ്രോബ്ലം ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരു കമ്പൽസറി ഏരിയയാണ്. അതിൽ മെജോറിറ്റി പോസിബിലിറ്റി വാക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വാക്ക് ചോദിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ എല്ലാ ബേസിക്സും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. പിന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കോമൺ സൈസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ്, ഓൾട്ടമൻ, സെറ്റ് സ്കോർ. ഈ പറയുന്ന എൻ്റയർ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 hours മതി. നിങ്ങൾക്കറിയാം, വളരെ ഈസി ആയിട്ടുള്ള ചെറിയ ടോപ്പിക്സ് ആണ് അല്ലേ. സോ ഈ ടോപ്പിക്സ് മുഴുവനായിട്ടും നിങ്ങൾ പഠിക്കണം. കോമൺ സൈസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോ, അൾട്ടമൻ, ഇത്രയും ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് ലിവറേജ് അനാലിസിസ്. ലിവറേജ് അനാലിസിസ് ഒരു കമ്പൽസറി ടോപ്പിക്കാണ്. റേഷ്യോ അനാലിസിസും കമ്പൽസറി ടോപ്പിക്കാണ്. വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റും. ഇതിൽ ഷുവർ ഷോട്ട് പറയാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, BDA-ൻ്റെ ഈ പറയുന്ന പോർഷൻസ്, അതേപോലെ ലിവറേജ്, റേഷ്യോ അനാലിസിസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ ബജറ്റ്. ഇതെന്തായാലും എക്സാമിന് ഷുവർ ഷോട്ടാണ്. കൺഫ്യൂഷൻ ഉള്ളത് കോമൺ സൈസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് റേഷ്യോ, അൾട്ടമൻ, ഈ പറയുന്ന ടോപ്പിക്സിൽ ഏതെങ്കിലും ഒന്നേ വരുന്നുള്ളൂ, ഒന്നേ വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് ഞാനിത് 4 ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്? ആക്ച്വലി നമുക്ക് ഈ റേഷ്യോ അനാലിസിസ്, വർക്കിംഗ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു മിനിമം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 7 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ എൻ്റെ ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഒരു 7 മാർക്ക് നമുക്ക് എന്തായാലും ഇതിന്ന് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം. ഈ എൻ്റെ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 75+ മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ മാർക്ക്, ഒരു 80 ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന് ഈ പറയുന്ന ടോപ്പിക്സ്. ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് എക്സാമിന് വരിക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 100 മാർക്കിൻ്റെ പോർഷനാണ് സാധാരണ വരാറുള്ളത്. അതിൽ 30 മാർക്ക് MCQ ആണ്, ബാലൻസ് 70 മാർക്കാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എന്ന് ചെയ്യേണ്ടത്. 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവുക. അതിൽ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ. യെസ്. സോ സെക്ഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ആണ്, 15 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 30 മാർക്കാണ് 15 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നത്, 2 മാർക്ക് ഈച്ച്. ഓക്കെ, ഇതിൽ BDA എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ FM എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സാധാരണ ഒരു 3 ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മൾ BDA എന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ 3 × 2 6 മാർക്ക് നമ്മൾക്ക് MCQ ലെവലിൽ BDA എന്ന് കിട്ടും. ബാലൻസ് 12 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ FM-ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്, അതായത് 24 മാർക്കിന് FM ഒന്നായിരിക്കും. സോ ഈ 6 മാർക്കും കൂടെ നമ്മൾക്ക് BDA-ൻ്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 6 മാർക്ക് ഡയറക്റ്റ് തിയറി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് എനി 5 ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് 7 ക്വസ്റ്റ്യൻ. 7 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. അതിലേതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, ബാക്കി 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 MCQ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2-ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ FM തിയറി പോർഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് മെജോറിറ്റി പോസിബിലിറ്റി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടല്ലോ, നമുക്ക് മണി മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്നാണ് മെജോറിറ്റി പോസിബിലിറ്റി ഉള്ളത്. രണ്ടാമത്തെ അതിൽ B പാർട്ട് ഒരു BDA-ൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ A പാർട്ട് FM തിയറി ആയിരിക്കും, അതിൻ്റെ B പാർട്ട് BDA-ത്തെ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇനി
ക്വസ്റ്റ്യൻ നമ്പർ 3 എ പാർട്ട് റേഷ്യോ അനാലിസിന്റെ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ ബി പാർട്ട് ഫണ്ട് ഫ്ലോ ഓർ ക്യാഷ് ഫ്ലോ ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം, ഒരു 7 മാർക്ക്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് വാക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡയറക്റ്റ്ലി നമുക്ക് എക്സാമിന് വരിക, ഒരു 7 മാർക്ക്. അതിലെ ബി പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ സൈസ്, കമ്പാരിറ്റീവ്, ട്രെൻഡ്, ഓൾട്ടർമേറ്റ് ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യണം. ഓക്കെ, 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, എക്സാമിന് വരികയും ചെയ്യാം. സാധാരണ അങ്ങനെയാണ് വരാറുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നാണ്. എ പാർട്ടും ബി പാർട്ടും ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. 7 മാർക്കും 7 മാർക്കും അങ്ങനെ 14 മാർക്ക്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഇങ്ങനെ എയും ബി ആവാണ്ട് സിംഗിൾ സ്ലോട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് 14 മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനും ആയിരിക്കും. പക്ഷേ ഇങ്ങനെ 7 മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ഈ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 വർക്കിംഗ് ക്യാപിറ്റൽ ഏരിയ എന്നാണ്. അതും ഇതേപോലെ തന്നെ എ പാർട്ടും ബി പാർട്ടും വർക്കിംഗ് ക്യാപിറ്റലാണ്, 7 മാർക്ക് ഈച്ച്. ഓക്കെ, ഇതും സെയിം ആണ്. ഒന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾക്ക് എ പാർട്ട് എന്ന് ചോദിക്കും. എന്നിട്ട് ബി പാർട്ട് എന്ന് നമ്മുടെ റെസീവബിൾ മാനേജ്മെന്റ്, അതേപോലെ ക്യാഷ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഈ ടോപ്പിക്സ് ഇല്ലേ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ബി പാർട്ട് ചോദിക്കും. കൂടുതൽ പോസിബിലിറ്റി ഐ തിങ്ക് റെസീവബിൾ മാനേജ്മെന്റും അതേപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെയാണ്. സോ അത് മുഴുവനായിട്ട് പഠിക്കണം, റിസ്ക് എടുക്കരുത്, വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ആ രീതിയിൽ ചോദിക്കാം എ പാർട്ടും ബി പാർട്ടും ആയിട്ട്. അല്ലെങ്കിൽ 14 മാർക്കിന് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ലെങ്തി ക്വസ്റ്റിനും ചോദിക്കാം. ക്യാപിറ്റൽ ബജറ്റിംഗ് 14 മാർക്കിന്റെ ക്വസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ 14 മാർക്കിന് വരില്ല. 7 മാർക്കിന്റെയും 7 മാർക്കിന്റെയും സ്പ്ലിറ്റ് അപ്പ് ആയിരിക്കും. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 ലിവറേജ് അനാലിസിസ് ആണ് എ പാർട്ട്. അതിൽ ബി പാർട്ടിൽ ഒന്നെങ്കിൽ ഡിവിഡൻഡ് ഡെസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കാം. ഞാനിത് നമ്മുടെ എ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. ഈ 2 ചാപ്റ്റേഴ്സിനെയും ഡിവിഡൻഡ് ഡെസിഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും ഞാൻ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അതിലേതെങ്കിലും ഒന്നായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 7 ബിയിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഇവിടെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് അറ്റംപ്റ്റ് ആയിട്ട് ഇവർ നമ്മുടെ EPS, EBIT ഇൻഡിഫറൻസ് പോയിന്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സാധാരണ ചോദിക്കാറില്ല അത്, ഇപ്പം അതൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യണം. പഠിക്കുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയാസും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 പക്ക തിയറി പോർഷൻ ആണ്, BDA സെഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 എയും ബിയും BDA ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് BDA എത്ര മാർക്കായി മക്കളെ? ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ MCQ ലെവലിൽ ഒരു 6 മാർക്കിന് BDA ഉണ്ട് അല്ലേ? പിന്നെയോ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ബി പാർട്ട് BDA ആണ്, 7 മാർക്കായി. പിന്നെയോ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 വീണ്ടും ഒരു 7 + 7 14 മാർക്കായി. ഇപ്പോൾ 14 + 7 21, 21 + 6 27 മാർക്കിന് BDA എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, MCQ പ്ലസ് ഡിസ്ക്രിപ്റ്റീവ്. അത് നമ്മൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ FMൽ എക്സാംഷൻ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, വളരെ ഈസിയാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ടോപ്പിക്സിൽ നിങ്ങൾ നോക്കിയേ, കോമൺ, കമ്പാരിറ്റീവ്, ട്രെൻഡ്, ഓൾട്ടർമേറ്റ്, ഇതെന്തായാലും എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും, ഈസിയാണ്. പിന്നെ ഏതാണുള്ളത്? പിന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരു ഈസി ടോപ്പിക്കാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു 4-5 മണിക്കൂറിൻ്റെ സെഷൻ മാത്രമേ അതിലുള്ളൂ. പിന്നെയോ ലിവറേജ് അനാലിസിസ് വളരെ ഈസി ടോപ്പിക്കാണ്. റേഷ്യോ അനാലിസിസ് സ്റ്റഡി മെറ്റീരിയലിൽ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ 14ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. പോസിബിലിറ്റി ഉള്ളത് നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരാൻ പോസിബിലിറ്റി. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അടുത്തത് ക്യാപിറ്റൽ ബജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റലും ലെങ്തി ചാപ്റ്റേഴ്സ് ആണെന്നറിയാം, പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. 14 + 14 മാർക്ക് ഈ പറയുന്ന 2 ചാപ്റ്റേഴ്സ് നിന്നാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. 30+ മാർക്ക് ഈ പറയുന്ന ചെറിയ ചാപ്റ്റേഴ്സ് നിന്ന് മാത്രം എക്സാമിന് വരും, സ്കിപ്പ് ചെയ്യുന്നത് പ്ലാൻ ചെയ്യരുത്. സോ ഇങ്ങനെയാണ് നമുക്ക് FMൻ്റെ ഒരു പാറ്റേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 75 to 80 മാർക്ക് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അഗ്രി? സോ അതൊന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ പാറ്റേൺ വരുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, അതായത് ആ സ്ലോട്ട് വരുന്നത് ഈ പ്ലാനിലായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫണ്ട് ഫ്ലോയും ക്യാഷ് ഫ്ലോയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ റേഷ്യോ അനാലിസിസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്ന സ്ലോട്ട് മുഴുവനായിട്ടും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ എ പാർട്ട് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, ബി പാർട്ട് അറിയില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പ്ലാൻ ചെയ്ത് സ്കിപ്പ് ചെയ്യുക. ഒരു സ്ലോട്ട് സ്കിപ്പ് ചെയ്യാൻ പാകത്തിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 എ മാത്രം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അഗ്രി. അപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ലോട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ. അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ മാക്സിമം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ ഫണ്ട് ഫ്ലോയും അതേപോലെ ക്യാഷ് ഫ്ലോയും അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, പക്ഷേ ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഇതിന് ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഏരിയാസ് മുഴുവനും എന്തായാലും എക്സാമിന് വരുന്ന ഏരിയാസ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ 75+ മാർക്ക് നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അതിൽ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ട, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് 100% കോൺഫിഡൻസോട് കൂടെ എക്സാമിന് പോകുന്നതാണ് സേഫ്റ്റി. 100% അതാണ് ബെറ്റർ. പക്ഷേ നിങ്ങൾ സമയം വളരെ കുറവാണ്, ഇനി ആകെ വളരെ 12 ദിവസം എക്സാമിനുള്ളൂ, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, പഠിച്ച് എവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ പ്ലാനിങ് എവിടേക്കോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ബോത്ത് എഴുതുന്നവരാണ്, പ്രിപ്പറേഷന് സമയമില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മാർട്ടായിട്ട് ഈ പറയുന്ന ടോപ്പിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജി ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.